ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്ഷ്മി നായർ ട്രാവൽ വ്ളോഗ്സ്. ഞാനിപ്പോൾ ചെങ്കോട്ടയിൽ നിൽക്കുകയാണ്. ചെങ്കോട്ടയിൽ ബോർഡർ ചിക്കൻ കട എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ, അതുപോലെ തന്നെ ഫേമസ് ആണ് ബിലാൽ ചിക്കൻ ബിരിയാണി, മട്ടൺ ബിരിയാണി പോലെ. ഓക്കെ, ഇവിടെ ഒന്ന് കയറാൻ പോവാണ്. ഓൺ ദ വേ ആണ്. ഞാനിപ്പോൾ ട്രിവാൻഡ്രത്തേക്കുള്ള യാത്രയിലാണ്. റോഡൊക്കെ തരാം. ഇവിടെ നേരെ നോക്കിയ ഒരു അമ്പലമുണ്ട്, ക്ഷേത്രം. സ്ട്രെയിറ്റ് അകത്തേക്ക് കയറാം. പിച്ചി അതിനെന്താ പറയുന്നത്? പെപ്പർ ചിക്കൻ പിച്ചി കൊണ്ടുവരും. ബോർഡർ ചിക്കൻ കട പോലെ തന്നെയാണ്. അപ്പോൾ ഇത് ബിലാൽ. ഓക്കെ, ബിലാൽ ചിക്കൻ. ഇത് രണ്ട് കടകളാണ് ഇവിടെ പ്രധാനമായിട്ടുണ്ട് ചെങ്കോട്ടയിൽ, ബോർഡർ ചിക്കനും ബിലാലും. ഓക്കെ, എല്ലാം കൊണ്ട് വെച്ചു. പിച്ചി പൊട്ട ഒരു പെപ്പർ ചിക്കനാണത്. അതാണ് ഇങ്ങനെ ചിക്കൻ. ഇല കഴുകൽ ചടങ്ങ്. അതായത് ഈ ഭാഗത്ത് കൂടി ആര് പോയാലും തെങ്കാശിയിലേക്കോ എങ്ങനെ പോകുന്ന ഈ ഒരു റൂട്ടുണ്ട്. നമ്മുടെ ഈ ഒരു തിരുനെൽവേലി ചെങ്കോട്ട റൂട്ട് പോയാലും എല്ലാവരും മസ്റ്റ് ട്രൈ ആണ്. ഇത് ഉച്ച കഴിഞ്ഞാണ് തുടങ്ങുന്നത്. രാത്രിയൊക്കെ സഞ്ചരിക്കുമ്പോൾ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും കയറാൻ പറ്റിയ കടകളാണ് ഇത് രണ്ടും. അത് നമ്മൾ ബോർഡർ നേരത്തെ പോയിട്ടുണ്ട്, ബോർഡർ ചിക്കൻ കട. ഇവിടെ ബിലാൽ. നല്ല തിരക്കാണ്. ഇപ്പം തിരക്കായി വരുന്നതേ ഉള്ളൂ. ഇപ്പം സമയം 7 മണി. ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. രാവിലെ മീൻസ് അത്ര രാവിലെ 9 മണി. ഇപ്പോൾ ഒരു 7 മണിയായി. ഇതൊരു 12 മണിയാകുമ്പോൾ തിരിച്ച് വീട്ടിലെത്തും. നമ്മളിങ്ങനെ കൊണ്ടുവയ്ക്കുകയാണ്. നല്ല ചൂടി ഒന്നോ ആവശ്യം പോലെ എടുക്കാമെന്നാണ്. അത് നമ്മുടെ ഇത് ഇപ്പം എവിടെ നിന്ന് വരുന്നതാണോ ഇവിടെ കഴിക്കാൻ വേണ്ടി? ഓ അത് ശരി. കണ്ടോ എന്നെ എവിടെ കണ്ടു? ഓ അത് ശരി. ഇതാണ് പിച്ചി പൊട്ട ചിക്കൻ പെപ്പർ. ഇതിൽ ബോണൊന്നും ഉണ്ടാവില്ല കേട്ടോ, ബോൺലെസ്. ഭയങ്കര കുരുമുളകൊക്കെ ആയിട്ട് നല്ല ചുടി പൊറോട്ടയിലേക്ക് നിറയെ ചാറുണ്ടല്ലോ, സാലിന് അതിൻ്റെ ഗ്രേവി കുതിർത്ത് പിന്നെ കഴിക്കുന്നത് ചിക്കൻ പെപ്പർ ചിക്കൻ. സൂപ്പർ. എല്ലാവരും എന്നെ നോക്കുന്നു. അടിപൊളി, സൂപ്പർ. മസ്റ്റ് ട്രൈ ആട്ടോ ഈ ചിക്കൻ. കറക്റ്റ് എരിവ്. പെപ്പർ ചിക്കൻ പിച്ചിപ്പൊട്ട ചിക്കൻ എന്ന് പറയുമ്പോൾ ഇതാ കൊണ്ടുവരുന്നത്. ചെറിയ എല്ലാം ഇങ്ങനെ അതിനകത്ത് കുറച്ച് ഇങ്ങനെ അടക്കി കിടക്കും. സോഫ്റ്റ് പൊറോട്ട, ഫ്ലേക്കി വൺസ്. അപ്പോൾ ഈ ഭാഗത്തേക്കൊക്കെ വരികയാണെങ്കിൽ ചെങ്കോട്ടയിൽ മസ്റ്റ് ട്രൈ ആണ് ഈ കടയും ബിലാൽ. എനിക്ക് തോന്നുന്നു ബോർഡർ ചിക്കൻ കടയുടെ ഓപ്പോസിറ്റ് സൈഡാണിത്. ഇത് രണ്ടേ ഉള്ളൂ ഇവിടെ. സന്തോഷമായി. ദിസ് ഇസ് മുട്ടക്കറി. ഓ സോഫ്റ്റ് ആയിരിക്കും അകത്തോട്ട്. മുട്ടക്കറി എന്തെല്ലാം കൂടി കഴിക്കും അല്ലേ? നന്നായിട്ട് 2 പൊറോട്ട ഇത്രയും കഴിച്ചാൽ തന്നെ വയറുപ്പ്. ടു ഗുഡ് ആക്ച്വലി. ഭയങ്കര ടേസ്റ്റ്. തിരക്ക് ഇനിയാണ് തിരക്ക് കൂടാൻ പോണേ. ആളുകൾ വന്നു തുടങ്ങി. കുറേ പാർസൽ പോവും. അടിപൊളി കട, പഴയ കടയാണ്. കഴിച്ചു തീർക്കാൻ പോകും. ഓക്കെ, ലാബ സിലോൺ പൊറോട്ട അല്ലേ? ഓ, ഇതൊരു കാര്യമുണ്ട് കേട്ടോ, ഇവിടുത്തെ സ്പെഷ്യലാണ് മുട്ട ലാബ. അതായത് സിലോൺ പൊറോട്ട. അതിനകത്ത് മുട്ടയൊക്കെ ചേർത്താച്ച് അത് ചെയ്യുന്ന കാണാം. ചിക്കൻ ലാബ. അതാ പൊറോട്ടയുടെ മാവ്. പൊറോട്ട അതിനകത്ത് എഗ്ഗ്, അതിനെ ഫോൾഡ് ചെയ്തിട്ട് മുട്ട ലാഭ ഇതാണ് പറഞ്ഞത്.
സിലോൺ പൊറോട്ട, സിലോൺ എഗ് പൊറോട്ടയാണ് കേട്ടോ ഇത്. ഇതാണ് ഇവിടെ വേറൊരു കാര്യം കിട്ടുന്നത്. ഞാൻ അതല്ല ഓർഡർ ചെയ്തത്, ഞാനിത് രണ്ടാമതാണ് കണ്ടത് കേട്ടോ. നല്ല ഫ്ലഫി ആയിട്ട് വരുന്നുണ്ടോ. ദിസ് ഇസ് ദ സിലോൺ പൊറോട്ട മുട്ട ലാഭ. അപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്യണം കേട്ടോ. എനിക്ക് ട്രൈ ചെയ്യാൻ പറ്റിയില്ല, ഞാൻ അതുകൊണ്ട് ഇത് പാർസലായിട്ട് കൊണ്ടുപോകും. അപ്പോൾ നല്ല പൊള്ളി വരുന്ന നോക്കേ, ഗും അടിപൊളി. ഇത് ഞാൻ പണ്ട് സിംഗപ്പൂർ പോയപ്പോൾ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ഭാഗത്ത് കുറച്ച് ഇങ്ങനത്തെ ഫുഡ്, ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. ആ ഭാഗത്ത് പോകുമ്പോൾ സിലോൺ പൊറോട്ട കിട്ടും. നല്ല മുരിഞ്ഞ് ബ്രൗൺ, ഗോൾഡൻ ബ്രൗൺ. ഞാൻ വീട്ടിലേക്ക് ഞാൻ പോകുന്ന വഴിയാണല്ലോ, അപ്പോൾ ഇനി ഞാൻ ഇവിടെ നിന്ന് പിച്ചിപ്പോട്ട ചിക്കനും കുറച്ച് ഇടിയപ്പം ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതെല്ലാം പാർസൽ വാങ്ങിയിട്ട് പോവാണ്. അതിന് കുട്ടിക്കും വിഷ്ണുവിനും എല്ലാം. ഇവിടെ ചപ്പാത്തി ഉണ്ടോ അതോ ബീഫ് പൊറോട്ട ഉണ്ടോ? ഓക്കെ, അപ്പൊ അതും കൂടി എടുത്താലോ? അത് ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു 2-3 ബീഫ് പൊറോട്ടയും കൂടെ പാർസൽ ചെയ്യോ? ഗോതമ്പ് പൊറോട്ട. ഓക്കെ, ഇതിപ്പോ ഗോതമ്പ് പൊറോട്ട ചെയ്യാൻ പോണം, നോക്കിക്കോളൂ. ഗോതമ്പ് പൊറോട്ട എന്താ മേക്കിംഗ്? ഗോതമ്പ് മാവ് വെച്ചിട്ട് അതുപോലെ തന്നെ പറ്റുന്നുണ്ടല്ലേ? കണ്ടോ? സോ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കുന്ന നോക്കിയാൽ അവരെല്ലാം. പ്രസ്സിങ്, ജസ്റ്റ് കൈ കൊണ്ട് പ്രസ് ചെയ്യുന്നു, കല്ലിലേക്ക് ഇടും. അത്രേ ഉള്ളൂ, സിമ്പിൾ. ഓക്കെ, ഈ സൈഡിൽ കിടക്കുന്ന ഗോതമ്പ് പൊറോട്ട, മറ്റേ സാധാരണ മൈദ പൊറോട്ട. ഇതിങ്ങനെ ലാർജ് സ്കെയിലായിട്ട് ഇങ്ങനെ കുക്ക് ചെയ്ത് തള്ളുവാണ് കേട്ടോ. ഭയങ്കര ഫാസ്റ്റാണ് ഇവര്. ഓയിൽ ഓക്കെ, വല്ലപ്പോഴും ഒക്കെ, അല്ലെങ്കിൽ വൺസ് ഇൻ എ വൈലൊക്കെ കഴിക്കാം പൊറോട്ട, നോട്ട് ഓൾവേസ്. ഇതാണ് പ്രശ്നം, അതിൻ്റെ ഓയിൽ. അതുകൊണ്ടാണ് എല്ലാവരും. പക്ഷെ മലയാളിക്ക് വെച്ച് ഒഴിച്ചുകൂടാൻ വയ്യാത്തൊരു കാര്യമാണ്. മലയാളിക്ക് മാത്രമല്ല, എല്ലാവർക്കും. സൗത്ത് ഇന്ത്യൻ നല്ല ചൂട് കല്ലാണ്, പെട്ടെന്ന് ആവുകയും ചെയ്യും. ഓൾ സെറ്റ്. ഇനി എല്ലാം എടുത്തിട്ട് കൈകൊണ്ട് ഇങ്ങനെ ആക്കും. അന്നേരം അതിന്റെ ഫ്ലേക്സ് വെളി വരും, നല്ല ഇതളുകളായിട്ട്. അടിക്കുന്ന പരിപാടിയാണ് ഇതിനെ. പൊറോട്ടയടി എന്ന് പറയുന്ന ഒരു വേറൊരു കല തന്നെയാണ്. ഇത് നോക്കിയേ, ഫ്ലേക്സ് ഉണ്ടാക്കും. അടിപൊളി, അടിച്ചതേ നോക്കും. സോ നൈസ്. ഇത് കുറെ പാർസൽ അല്ലാണ്ട് പോകുന്നുണ്ട്. നമ്മുടെ വീറ്റ് സെപ്പറേറ്റ് പാർസലാണ്. ഭയങ്കര മൂവ്മെന്റ് ആണ് ഇവിടെ കേട്ടോ. കാര്യങ്ങൾ പെട്ടെന്ന് ഒരുപാട് ഓർഡേഴ്സ് വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ കലക്കി ഉണ്ടാക്കുന്നതാണ് ഓംലെറ്റ്. ഓക്കെ, ഓംലെറ്റ് ഡബിളാ സിംഗിൾ ഓംലെറ്റ്. ഓക്കെ, ഇത് കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കറങ്ങി അവസാനം അടുക്കളയ്ക്ക് അകത്തായി. നല്ല കല്ലാണ് ഇവിടെ, നോക്കിയേ. ഇതില് എന്നെ ഇരിക്കേ? ഉള്ളി, എഗ്, ഉള്ളി, സോൾട്ട്, വേറെ ഒന്നുമില്ല. ഓയിൽ. ഓക്കെ, സാധാ ഓംലെറ്റ്. പച്ചമുളകൊന്നും ഇല്ല. ഓക്കെ, പച്ചമുളക് ഉണ്ട് അല്ലേ? ഓക്കെ. ഇനി ഇത് കലക്കി കാണിക്കാനാണ്. കലക്കി ഡബിൾ മുട്ട. കലക്കി ഡബിൾ മുട്ട, 2 മുട്ട, പിന്നെ കുറച്ച് ഉള്ളി, കുറച്ച് സോൾട്ട്, കുറച്ച് ഗ്രേവി കൂടെ ഒഴിക്കാം. ഇത് ചിക്കൻ ഗ്രേവിയാ? സാലിന കുറച്ച് ഗ്രേവി, ഓയിലൊക്കെ ഉള്ളത് ഗ്രേവി. ഇവിടത്തെ കലക്കി. യെസ്, ഓംലെറ്റ്സ് എല്ലാം മറിച്ചിടുന്നു. കലക്കി എന്ന് പറയുമ്പോൾ ആകഭാഗം കലക്കി തന്നെ ഇരിക്കും, അധികം ഇതാകില്ല. കുറച്ച് സോഫ്റ്റ് ആൻഡ് ലൂസായിട്ട് വരും. കറണ്ടി ഓംലെറ്റ് വേറെ, ഇത് വേറെ, അങ്ങനെ ഓരോ ടൈപ്പാണ്. മുട്ടയിൽ തന്നെ എത്ര വേരിയേഷൻസ്. നോക്കിയാൽ കലക്കിയുടെ അവസ്ഥ. കലക്കി ഇങ്ങനെ ഉരുട്ടി എടുക്കും. അപ്പൊ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ആകെ നല്ല സോഫ്റ്റ് ആയിരിക്കും, കുറച്ച് ജിഗ്ലി ആയിരിക്കും.
യെസ്, ഇലയിലേക്ക് മാറ്റുന്നു. അടിപൊളി. വാവ്. ഇത് പേരെന്നാ? നവാസ്. നവാസ് ഖാൻ. എവിടെ ഊര്? ചെങ്കോട്ട തന്നെയാ? ഇൻസ്റ്റാഗ്രാം നെയിം? എന്ത് ഫിറ്റ്നസ്? ലുങ്കി ഫിറ്റ്നസ്. ഓ, ലുങ്കി ഫിറ്റ്നസ് എന്നാണ് പുള്ളിയുടെ ഇൻസ്റ്റാ പേജ്. ഓ, വെരി ഗുഡ്. ഓക്കെ, അത് മതി, കൂടുതൽ കിട്ടിക്കോളും. ഓക്കെ, നവാസ് ഖാൻ. 500 ഫോളോവേഴ്സേ ഉള്ളൂ. പക്ഷേ ആൾക്കാർ ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇനി പിച്ചി പോട്ട ചിക്കൻ നമ്മൾ കാണാൻ പോകണം. പെപ്പർ. ഇതെന്താ ചിക്കൻ? പിച്ചി പോട്ടതാ? ഓക്കെ ഓക്കെ, പെപ്പർ ചിക്കൻ. അതിൽ കുറച്ച് എല്ലാം ഫാസ്റ്റ് കൊത്തി കൊത്തി തരും. ഇത് ഓൾറെഡി കുക്ക്ഡാണ് ചിക്കൻ വിത്ത് സോൾട്ടൊക്കെ. അതിൻ്റെ കൂടെ കുറേ കുരുമുളക് പൊടി കണ്ട. ഇത് പിച്ചി പോട്ട കാട, അത് കാട. ഇത് പെപ്പർ ചിക്കൻ. ഇത് കാട പീസസ് ആക്കിയത്, ഇത് ചിക്കൻ്റെ പീസസ് ആക്കിയത്. അത് ഫുൾ കാട. കുറേ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്, പിന്നെ കുറേ സവാള. ഓ, വേറെ ഒന്നുമില്ല, അത്രേ ഉള്ളൂ. കൊത്തു പൊറോട്ട. അതല്ല, ഇത് തന്നെ. ഇതല്ല, ഇതിൽ പിച്ചി പോട്ട പെപ്പറിൽ ഇത്രേ ഉള്ളൂ അല്ലേ? കാട. എന്ത് ഫാസ്റ്റായിട്ട് ചെയ്യണം, ടേസ്റ്റ് അറിയണോ? ഈ കല്ലിൻ്റെ ചൂടൊക്കെ ഒരു പ്രധാന ഫാക്ടറാട്ടോ. ഒന്ന് ഫാസ്റ്റായിട്ട് ചെയ്യും. നവാസ് ഖാനാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ആൾ. ഫാസ്റ്റ് ഓർഡർ വരുന്നു, അല്ല ഓർഡർ വരുന്നു, ഫാസ്റ്റായിട്ട് ചെയ്ത് കൊടുക്കുന്നു. ഇതൊക്കെ ഫുൾ കാട. വാവ്, നൈസ്. ഇത് കാട വെച്ചിട്ടുള്ള പെപ്പർ. ഓക്കെ, ഇത് ഫുൾ കാട. ഇത് ചിക്കൻ ഇത് ചിക്കൻ പെപ്പർ, പിച്ചി പോട്ട ചിക്കൻ പെപ്പർ. വാവ്, എല്ലാം കണ്ണടച്ച് ഉടക്കുന്നതിന് മുമ്പ് കഴിഞ്ഞു. 5 മിനിറ്റ്. 4 പൊറോട്ട. 4 പൊറോട്ട പിച്ചി എടുക്കുന്നു. ഇനി കൊത്തു പൊറോട്ട. ഓക്കെ ഓക്കെ ഓക്കെ, അവിടെ തുടങ്ങി കഴിഞ്ഞു. 4 പൊറോട്ട പിച്ചി എടുത്തു. കണ്ണടച്ച് ഉറങ്ങുമ്പോൾ തീരും കേട്ടോ. സവാള, ഒരു തക്കാളി ഉടച്ചിട്ടു, കുറച്ച് ഓയിൽ ഒഴിച്ചു. ചിക്കൻ ഇത് 4 പൊറോട്ട പിച്ചി ചെയ്തിട്ടു. 2 മുട്ട ചേർക്കും. സൂപ്പർ ഫാസ്റ്റ്. നവാസ് ഖാൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് എന്താ? ലുങ്കി ഫിറ്റ്നസ്. ലുങ്കി ഫിറ്റ്നസ്. കയറി നോക്കൂ, നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് ആള്. പറ്റുമെങ്കിൽ ഫോളോ ചെയ്യുക. അതിൽ പെപ്പർ ചേർത്തു അല്ലേ? പെപ്പർ ചേർത്തായിരുന്നോ? പെപ്പർ ചേർത്തോ അതില്? ആ, പിന്നെ കുറച്ച് ഗ്രേവിയും കൂടെ ഇടും. അങ്ങനെ കൊത്തി. ഇതാണ് കൊത്തു പൊറോട്ട. കുറച്ച് ഗ്രേവിയും കൂടെ ഒഴിക്കുന്നു. എല്ലാം കൂടെ വീണ്ടും കുത്തി സെറ്റ്. ആ, ഇവിടുത്തെ കൊത്തു പൊറോട്ട. ഓ, കൊത്തു പൊറോട്ട റെഡി. കുറച്ച് മല്ലിയില കൂടി. മല്ലിയില. വാവ്, കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു. ഓ യെസ്, നൈസ്. ഓഹോ, ഫാസ്റ്റ്. കണ്ടിട്ടുണ്ടോ? ഓക്കെ. അവിടെ ഞാൻ ഒമാനിലെ 10 കൊല്ലം പണിയെടുത്തു. ഓ, അത് ശരി. അവിടെ വെച്ച് നിങ്ങൾ പ്രോഗ്രാം ഒരുപാട് കണ്ടു. ഓക്കെ. മലയാളി കൂട്ടുകാർ കുറെ ഉണ്ട്. അങ്ങനെ അറിയാം. പണി കഴിഞ്ഞ് റൂമിലേക്ക് വരുമ്പോൾ നമ്മുടെ പ്രോഗ്രാം ശരി ഒമാനിലുണ്ടായിരുന്നാണ്. ഹുസൈൻ തെങ്കാശിയിലുള്ള ആള്. പേര് സെയ്ദ് മസൂദ്. ഇത് തെങ്കാശി തന്നെ? ഓ, ഇവിടെ തന്നെ. മസൂദ്. ഇങ്ങനെ എല്ലാവരും ഭയങ്കര സഹകരണമാണ്, ഭയങ്കര സ്നേഹം. അവരെല്ലാവരും ഒരുപാട് കണ്ടിട്ടുണ്ട്. മധുരയിലൊക്കെ കുറെ പോയി. അതെ. അതൊക്കെ ഓർമ്മയുണ്ടല്ലേ? ഓക്കെ. അതൊക്കെ കൈരളി ചാനലിനകത്ത് ബിലാൽ കണ്ടിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഇവർക്ക് എല്ലാവർക്കും എന്നെ അറിയാം. ഞാനിപ്പോ തമിഴ്നാടാണല്ലോ കൂടുതൽ കുറച്ച്, അതുകൊണ്ട് എല്ലാവർക്കും എന്റെ നല്ല പരിചയമായി. അപ്പൊ ഇതെല്ലാം ഓക്കെ. താങ്ക് യു. അപ്പൊ എല്ലാവർക്കും ബിഗ് താങ്ക്സ്. ഓക്കെ. നവാസ് ഖാൻ തിരക്കാണെന്ന് അറിയാം. നവാസ് ഖാന്റെ പേജ് കാണണ്ടേ? കാണിച്ചു തരാം. എവിടെ? എന്റെ ലുങ്കിയെ കാണുന്നു. കാട്ടാം. ലുങ്കി ഫിറ്റ്നസ്. ഇവിടെ തന്നെ. ഓ, ഫസ്റ്റ് തന്നെ ഉണ്ട്. ശരി. ആ, അതെ. നമ്മ വേറെ ആർക്കും ഇല്ലാത്ത പേരാണ് ലുങ്കി ഫിറ്റ്നസ്.
പിന്നെ നമ്മുടെ പേജ് കാണണ്ടേ? ഇത് തന്നെ പേജ് കേട്ടോ. ഇത് ലക്ഷ്മി നായർ. ലക്ഷ്മി നായർ. ഓക്കെ ശരി. മേഡം കേരള എവിടെ? കേരള അമ്പലമില്ലേ, പത്മനാഭസ്വാമി തിരുവനന്തപുരം. ശരി. താങ്ക് യു. പോയിട്ട് താങ്ക് യു. ശരി. പാർസലും എല്ലാം മേടിച്ചു. ഓക്കെ ഓക്കെ. യെസ്, അവരെല്ലാം ഭയങ്കര എന്താ പറയുക, ഭയങ്കര സപ്പോർട്ടീവായിരുന്നു, എല്ലാം കാണിച്ചു തന്നു, ഭയങ്കര ഹാപ്പി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കട്ടെ. രാത്രിയായി, ഇന്നൊരു 10:30-11 മണിക്കെങ്കിലും വീട് എത്തും. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ കാണാം.